വിശുദ്ധസത്വസ്യ ഗുണാഃ പ്രസാദഃ സ്വാത്മാനുഭൂതി പരമാ പ്രശാന്തിഃ തൃപ്തിഃ പ്രഹർഷഃ പരമാത്മനിഷ്ഠാ യയാ സദാനന്ദരസം സമൃച്ഛതി. പരമഹംസനും പരിവ്രാജകനുമായിരിക്കുന്ന ശങ്കരാചാര്യർ എഴുതിയ അനവധി പ്രകരണ ഗ്രന്ഥങ്ങളും പ്രസ്ഥാനത്രയത്തിൻ്റെ ഭാഷ്യമുണ്ട്. അതിൽ അവസാനം രചിച്ചതാണത്രേ വിവേകചൂടാമണി എന്ന് പറയുന്ന ഗ്രന്ഥം. അദ്ദേഹം ഇവിടെ പരമാത്മനിഷ്ഠ വിവരിക്കുന്ന ഒരു ശ്ലോകമാണിത്. വിശുദ്ധസത്വസ്യ ഗുണാഃ പ്രസാദഃ. നാം ഈ ജ്ഞാനനിഷ്ഠയോ ഭക്തിനിഷ്ഠയോ വേണ്ടതുപോലെ കൈക്കൊണ്ട് ഉൾക്കൊണ്ട് അത് പിന്തുടരാണെന്ന് വെച്ചോളൂ, ഓരോ ദിവസവും നമ്മുടെ വ്യക്തിത്വം ശുദ്ധമാവും. ഒരു 10 കുടം അഴുക്ക് വെള്ളത്തിൽ ദിവസേന കുറേശ്ശെ ഓരോ ഔൺസ് തെളിഞ്ഞ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ എന്താ ഉണ്ടാവുക? അതിൻ്റെ അഴുക്കിൻ്റെ കനം കുറയും. അതുപോലെ എത്ര മോശപ്പെട്ട വ്യക്തിയാവട്ടെ, ആ ആളുടെ വ്യക്തിത്വം എങ്ങനെയായാലും മാറിക്കൊണ്ടിരിക്കും സാധന ചെയ്യുമ്പോൾ. ഈ സാധനയിൽപ്പെട്ട ഒന്നാണ് തത്വകഥന ശ്രവണം. അത് വളരെ വിശേഷമാണ്. സത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീയിങ്. വിശുദ്ധ സത്വസ്യ എന്ന് പറഞ്ഞാൽ വൺ ഹൂസ് ബീയിങ് ഹാസ് ബിക്കം പ്യുവർ. ആരുടെ വ്യക്തിത്വമാണോ സംശുദ്ധമായിട്ടുള്ളത് ആ ആളെ വിശുദ്ധ സത്വൻ എന്ന് പറയും. ആ വിശുദ്ധ സത്വന് ഉണ്ടാവുന്ന ഗുണങ്ങളെപ്പറ്റി കേട്ടോളൂ. ഗുണാഃ പ്രസാദഃ, മനഃപ്രസന്നത. അപ്പോൾ പ്രസാദഃ എന്ന് പറഞ്ഞാൽ പ്രസന്നത. നമ്മുടെ ഇടയിലൊരു സമ്പ്രദായമുണ്ട്. ദേവാലയങ്ങൾക്കോ ദേവസന്നിധിക്കോ പോവുക, അവിടെ തൊഴുക, എന്നിട്ട് തിരുമേനി പ്രസാദം തരൂ എന്ന് പറയും. അത് മേടിച്ച് തൊടും, ചെവിയുടെ ഉള്ളിലൊരു ഇല വയ്ക്കും, തലയിൽ ചൂടും ചെയ്യും. പ്രത്യേകിച്ചും സ്ത്രീകളാണ് തലയിൽ ചൂടുക. പുരുഷന്മാരും വയ്ക്കാറുണ്ട് തലമുടിയുടെ ഉള്ളിൽ തുളസി. അതാണത്രേ പ്രസാദം. സമ്മതിച്ചു. ആ പ്രസാദം എന്തിനു വേണ്ടിയിട്ടാണ്? മനസ്സ് തെളിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വിശുദ്ധ സത്വനായാൽ ആ ആൾ ഈ പ്രസാദം തന്നെത്താനെ തൻ്റെ ഉള്ളിൽ രചിച്ചു തുടങ്ങും. അപ്പോൾ വിശുദ്ധ സത്വനായാൽ തീരുമാനിച്ചോളൂ, പ്രസാദം പ്രസന്നത. മാത്രമോ അല്ല, സ്വാത്മാനുഭൂതി. എന്താ അതിനർത്ഥം? തൻ്റെ ഉള്ളിലുള്ള ആത്മ അനുഭവ രൂപത്തിൽ പ്രകാശിച്ചു തുടങ്ങും. ഉള്ളിലുള്ളതിനെ ഉണരാനുള്ള ഒരു ശക്തി നമ്മുടെ ഉണർവിനുണ്ട്. ആ ഉണർവ് നിങ്ങൾക്ക് അനുഭവപ്പെടണം. ആത്മാനുഭൂതി എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? വെൻ യു ബിക്കം കോൺഷ്യസ് ഓഫ് ദ കോൺഷ്യസ്നെസ് പ്രസൻറ്റ് ഇൻ യുവർ ബോഡി, ബൈ വെർച്യൂ ഓഫ് വിച്ച് you are able to experience your body, and through the senses you are also able to perceive the external objects. That core substance should come to your realization and experience. നമ്മുടെ ശരീരമുണ്ടെന്ന് നമ്മൾ അറിയണം. ചിന്തകളും വികാരങ്ങളും ദുഃഖങ്ങളും സുഖങ്ങളും വരുമ്പോൾ നമ്മൾ അറിയണം. അതിനെ അറിയിക്കുന്നതായ ഒരു ഉണർവുണ്ടല്ലോ, അതിനെ എന്തുകൊണ്ട് അറിയണില്ല? അങ്ങനെയൊന്നും ഇല്ലേ? ഉണ്ട്. എന്നാൽ പിന്നെ എന്താ അറിയാത്തത്? ശുദ്ധിയില്ലാത്തത് കൊണ്ട്. നമ്മുടെ മനസ്സിന് സംശുദ്ധി വന്നാൽ ഉടനെ പ്രസന്നതയായ ഒരു ഭാഗത്ത് നമ്മുടെ ഉള്ളിലുള്ള ആ ഉണർവ് അനുഭവത്തിൽ വരും. പരമാ പ്രശാന്തി. ഉള്ളിലുള്ള ഉണർവ് അനുഭവപ്പെടുന്നതോടുകൂടി നമുക്ക് അങ്ങേയറ്റത്ത് അത്യുത്കൃഷ്ടമായി പരമമായിരിക്കുന്ന ഒരു ശാന്തി അനുഭവപ്പെടും. അതുമാത്രമോ, ആ ശാന്തിയുടെ കൂടെ തൃപ്തി. തൃപ്തി എന്ന് പറഞ്ഞാൽ തൃപ്തി തന്നെ, സംതൃപ്തി. പ്രഹർഷ എന്ന് പറഞ്ഞാൽ എക്സിലറേഷൻ, പുറത്തുകൂടി പ്രകടമാകുന്ന സന്തോഷം. പരമാത്മനിഷ്ഠ. ഇതെല്ലാം ജനിപ്പിക്കുന്നതായ വിശേഷപ്പെട്ട ഒരു സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ അറിഞ്ഞു കഴിയുന്നതോടുകൂടി നമുക്ക് ബാക്കി ഒരു നിഷ്ഠയും പിന്നെ വേണ്ടാന്ന് തോന്നും. ജപനിഷ്ഠയാവട്ടെ, ധ്യാനനിഷ്ഠയാവട്ടെ, സമാധിനിഷ്ഠയാകട്ടെ, പൂജാനിഷ്ഠയാകട്ടെ, യോഗനിഷ്ഠയാവട്ടെ, ഒരു നിഷ്ഠയും പിന്നെ ആവശ്യമില്ല. ഈ പരമാത്മാവാണ് തൻ്റെ ഉള്ളിൽ. അതിന് ഒരു കാലത്തും മാറ്റമില്ല. ആ പരമാത്മാവിനൊന്ന് കിട്ടാനില്ല, കൊടുക്കാനുമില്ല. അത് അഭേദ്യമാണ്. അത് എപ്പോഴും ഒരുപോലെ നിലനിൽക്കുന്നതാണ്. അതിന് ആക്കത്തൂക്കങ്ങളില്ല. അതിസൂക്ഷ്മമാണത്. അതാണ് വാസ്തവത്തിൽ എൻ്റെ വ്യക്തിത്വം. അവിടെയാണ് വാസ്തവത്തിൽ എൻ്റെ ശരിയായ നിൽപ്പ് എന്ന് മനസ്സിലാവുന്നതോടുകൂടി വേറെ ഒന്നും വേണ്ട. അപ്പോൾ പരമാവധി എന്ത് ചെയ്യും? ഈ പരമാത്മ പ്രകാശകമായിരിക്കുന്ന ശാസ്ത്രങ്ങളോ ഗ്രന്ഥങ്ങളോ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ വായിക്കാം. ഇപ്പം ഞാനിതാ പറഞ്ഞു തരുന്നത് മാതിരി പരമാത്മ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രവക്താവായി ചിലരോടൊക്കെ സംസാരിച്ചു എന്ന് വരാം. അങ്ങനെ ഈ പരമാത്മാവിനെക്കുറിച്ച് സ്വയം അനുസ്മരിപ്പിക്കാനുള്ള എന്തെങ്കിലും ചെയ്യുമായിരിക്കാം. അല്ലാണ്ട് പുറത്തുള്ള ഒരു നിഷ്ഠയും ഉണ്ടാവില്ല.
ആ ആളൊരു തീർത്ഥാടനത്തിന് പോവില്ല, ഒരു പൂജ ചെയ്യില്ല, ഒരു ക്ഷേത്ര ദർശനം ആവശ്യമില്ല. യയാ സദാനന്ദരസം സമൃച്ഛതി. യയാ, ഈ പരമാത്മനിഷ്ഠ മൂലം എന്തുണ്ടാവും? എപ്പോഴും ആനന്ദരസം, അല്ലെങ്കിൽ സത്തിൽ നിന്ന് വരുന്ന ആനന്ദരസം. പുറം വസ്തുക്കളിൽ നിന്ന് വരുന്നതല്ല, ഉൾ പൂർണ്ണതയിൽ നിന്ന് സിദ്ധിക്കുന്നതായ ഒരു ആനന്ദമാണത്. ആ ആനന്ദം ഒരു രസരൂപത്തിൽ, നാവിൽ ഭക്ഷണപദാർത്ഥങ്ങൾ വയ്ക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ രസം അനുഭവിക്കണോ നാവ്, അതേമാതിരി നമ്മുടെ ഹൃദയം, നമ്മുടെ ഉൾ മനസ്സ് ആനന്ദരസത്തോടു കൂടിയിരിക്കും.